ഹായ് ഗായ്സ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ആർ.ജെ. ബാലാജി ഡയറക്റ്റ് ചെയ്ത സൂര്യ, തൃഷ, ഇന്ദ്രൻ സേട്ടൻ, സ്വാസിക, അനഘാരവി, ശിവദ, അതേപോലെ അങ്ങനെ ഒരു ഭയങ്കര വലിയ താരനിരയുള്ള ഒരു സിനിമയാണ് ആക്ച്വലി കറുപ്പ്. ഇന്ന് സിനിമ പോയി കണ്ടു. ഒരു മാസ് മസാല കമേഴ്ഷ്യൽ എൻ്റർടൈനർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ഞാൻ മാസ് മസാല കമേഴ്ഷ്യൽ എൻ്റർടൈനേഴ്സൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മാസ് മസാല കമേഴ്ഷ്യൽ പ്ലസ് ഒരു ഫാൻറ്റസി. അതാണ് ആക്ച്വലി പ്രോപ്പർ ജോണർ എന്ന് പറയുന്നത്. കോടതിയിൽ നീതി തേടി ഒരാൾ പോകുന്നു. അയാൾക്ക് നീതി കിട്ടുന്നില്ല. അയാൾ ദൈവത്തിനടുത്ത് പോകുന്നു. കറുപ്പ് എന്ന് പറയുന്ന ദൈവമാണ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. കറുപ്പ് അവർക്ക് ആ നീതി വാങ്ങിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ കോൺസെപ്റ്റ്. സോ ഈ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ വേറെ പല രീതിയിൽ ഇപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സീരീസ് കണ്ടവർക്കാണെങ്കിൽ അത് ഒരു റീഇൻകാർനേഷനാണ്. ഇതുമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ അതൊരു റീഇൻകാർനേഷൻ പോലെ, അല്ലെങ്കിൽ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറച്ച് ലൈറ്റ് വെർഷൻ അല്ലെങ്കിൽ കുറച്ച് വേറൊരു ഇതിൽ പ്ലേസ് ചെയ്ത്, ഇത് രണ്ടുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, ലൈക്ക് ഭഗവാൻ വരുന്നു അങ്ങനെ. സോ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രിമൈസ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇതൊരു ടെംപ്ലേറ്റിൽ, ഒരു മാസ് കമേഴ്ഷ്യൽ ടെംപ്ലേറ്റിൽ ഒരു ഫാൻറ്റസി എലമെൻറ്റും വെച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞത് ഇതിൽ ഇന്ദ്രൻ സേട്ടനുണ്ട്. ഇന്ദ്രൻ സേട്ടൻ ഒരു പോർഷനിൽ, ഞാൻ എന്താണെന്ന് പറയുന്നില്ല, പുള്ളി ഒരു ഭയങ്കര ഒരു മാനസികാവസ്ഥയിൽ റെസ്പോണ്ട് ചെയ്യുന്നൊരു സീനുണ്ട്. എല്ലായിടത്തെ അഡ്വക്കേറ്റ്സിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ട് പുള്ളി ഭയങ്കരമായിട്ടും മെൻ്റലി ഷാറ്റേർഡ് ആയിട്ട് പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നൊരു സീനുണ്ട്. ലിറ്ററലി ദർ വർ ക്ലാപ്സ്. ഞാൻ ചെന്നൈയിലാണ് സിനിമ കണ്ടത്. ഇന്ദ്രൻ സേട്ടൻ്റെ ആദ്യത്തെ സിനിമ ആയിരിക്കും പലരും, ആ ഓഡിയൻസിലിരിക്കുന്ന പലരും ആദ്യത്തെ സിനിമയായിരിക്കും കാണുന്നത്. കാരണം പുള്ളി തമിഴിലോട്ട് എത്രയും വന്നിട്ടില്ല. പുള്ളിയുടെ ആ സീനിന് അത്രയും ക്ലാപ്സ് കിട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഐ ഫെൽ പ്രൗഡ്. ഇതിനകത്ത് ഒരുപാട് മലയാളികളുണ്ട്. ഇപ്പം അജു വർഗീസും പുള്ളി ഇതിനകത്തൊരു ക്യാമിയോ, ഒരു കുഞ്ഞു ക്യാമിയോ ആയിട്ട് വരുന്നുണ്ട്. സ്വാസികയുണ്ട്, ശിവതയുണ്ട്, അനഘാരവി ഓൾസോ കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്കാരി ആ ക്യാരക്ടർ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നട്ടി സുബ്രഹ്മണ്യം എന്ന് പറയുന്നൊരു ആക്ടറുണ്ട്, പുള്ളി ഇതിനകത്തുണ്ട്. പിന്നെ എനിക്ക് സന്തോഷം തോന്നി അബൌട്ട് ആർ.ജെ. ബാലാജി. കാരണം നമ്മൾ ആർ.ജെ. ബാലാജി ഒരു എന്താ പറയുന്നത്, പുള്ളി ഒരു ആങ്കറായിട്ടിരുന്നപ്പോൾ തൊട്ട്, അത് കഴിഞ്ഞിട്ട് പുള്ളി കമൻട്രി ചെയ്യുമ്പോഴും, പുള്ളി സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയപ്പോഴും, അത് കഴിഞ്ഞിട്ട് പുള്ളി ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്ത്, രണ്ടാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്തു. ഇപ്പം സൂര്യ വെച്ച് ഇങ്ങനൊരു സൂര്യ, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അബൌട്ട് സൂര്യ, ഞാനൊരു വിജയഫാനാണ്, പക്ഷെ സൂര്യയെ ഭയങ്കര എനർജി ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് പുള്ളി ഭയങ്കര ഹാപ്പിയാണ് ഫ്രെയിമിൽ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളി എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു സിനിമ നമുക്ക് കാണുന്നുണ്ട്. അപ്പം അത് നമുക്കും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു മാസ് പടം അല്ലെങ്കിൽ ഒരു മാസ് കമേഴ്ഷ്യൽ പടമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഓഡിയൻസ്, ഒരു ക്രൗഡഡ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റിയ കിട്ടില്ലായിരിക്കും. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടാം.
ഇഷ്ടപ്പെടാതെയും ഇരിക്കാം. ഐ ടോട്ടലി റെസ്പെക്ട് ദ ഒപ്പീനിയൻ. ദിസ് ഇസ് സ്ട്രിക്ട്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഈ സിനിമ കണ്ടവരാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ